ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് നമീബിയയുടെയും അംഗോളയുടെയും അതിർത്തി പങ്കിടുന്ന കുനേന പ്രവിശ്യയിലെ വന്യമായ മരുഭൂമി. പകൽ സമയങ്ങളിൽ സൂര്യൻ അഗ്നിവർഷം ചൊരിയുകയും രാത്രികളിൽ കഠിനമായ തണുപ്പ് അസ്ഥികളിലേക്ക് തുളച്ചു കയറുകയും ചെയ്യുന്ന ഈ കഠിന ഭൂമിയിലാണ് ലോകത്തെ ഏറ്റവും വിസ്മയകരമായ ഒരു ജനവിഭാഗം ജീവിക്കുന്നത്: ഹിംബ ഗോത്രവർഗം. കാലം മാറിയിട്ടും ആധുനിക ലോകത്തിന്റെ സാങ്കേതിക വിദ്യകളോ വസ്ത്രധാരണ രീതികളോ സൗകര്യങ്ങളോ ഒന്നും ഇവരെ സ്പർശിച്ചിട്ടില്ല. യുഗങ്ങൾക്ക് മുൻപ് തങ്ങളുടെ പൂർവികർ എങ്ങനെയാണോ ജീവിച്ചത് അതേ പാരമ്പര്യം ഒരു ഇഞ്ച് പോലും മാറ്റമില്ലാതെ നെഞ്ചിലേറ്റുന്നവരാണ് ഹിംബകൾ. ചുട്ടുപഴുത്ത കാവോകൊലാൻഡ് മരുഭൂമിയിൽ ജലം എന്നത് ജീവനേക്കാൾ വിലപ്പെട്ട നിധിയാണ്. കുടിക്കാൻ പോലും വെള്ളം തികയാറില്ല. ഹിംബ ഗോത്രത്തിലെ സ്ത്രീകൾ തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ശരീരത്തിൽ വെള്ളമൊഴിച്ച് കുളിച്ചിട്ടില്ല. കേൾക്കുമ്പോൾ ആധുനിക സമൂഹത്തിന് നെറ്റിച്ചുളിവ് തോന്നാമെങ്കിലും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഇവരുടെ ശുചിത്വ പരിപാലന രീതി ഏതൊരു ആധുനിക സൗന്ദര്യവർദ്ധക വസ്തുക്കളെക്കാളും മികച്ചതാണ്. വെള്ളമില്ലാതെ ശരീരത്തിലെ അഴുക്കും ദുർഗന്ധവും ഇവർ എങ്ങനെ മാറ്റുന്നു എന്നത് നരവംശ ശാസ്ത്രജ്ഞരെ പോലും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അതിനായി ഇവർ ആശ്രയിക്കുന്നത് പുകക്കുളി, അതായത് സ്മോക്ക് ബാത്ത് എന്ന പരമ്പരാഗത മാർഗമാണ്. ദിവസവും രാവിലെയും വൈകുന്നേരവും ഗോത്രത്തിലെ സ്ത്രീകൾ ചെറിയ കനലുകളിൽ സുഗന്ധമുള്ള പ്രത്യേക മരപ്പൊടികളും സസ്യങ്ങളുടെ ഇലകളും നിക്ഷേപിക്കുന്നു. അതിൽ നിന്നും ഉയരുന്ന കടുത്ത പുകയുടെ ദിശയിൽ അവർ നിൽക്കുകയും ശരീരം മുഴുവൻ ഒരു വലിയ പുതപ്പ് കൊണ്ട് മൂടുകയും ചെയ്യും. ഈ ചൂടും പുകയും ഏൽക്കുന്നതോടെ ശരീരം നന്നായിട്ട് വിയർത്തൊഴുക്കും. വിയർപ്പിലൂടെ ചർമ്മത്തിലെ സുഷിരങ്ങളിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന അഴുക്കുകൾ പൂർണ്ണമായും പുറന്തള്ളപ്പെടും. ഈ സ്മോക്ക് ബാത്തിന് ശേഷം അവരുടെ ശരീരത്തിൽ നിന്ന് സദാസമയവും പ്രകൃതിദത്തമായ ഒരു സുഗന്ധം വമിച്ചുകൊണ്ടിരിക്കും. ഹിംബ സ്ത്രീകളുടെ ചർമ്മത്തിന് ഒരു പ്രത്യേക ചുവപ്പ് കലർന്ന തിളക്കവുമുണ്ട്. ഈ തിളക്കം പ്രകൃതിദത്തമായി ലഭിക്കുന്ന ഒരു മിശ്രിതം കൊണ്ടുണ്ടാക്കുന്നതാണ്. പ്രകൃതിദത്തമായ ചുവന്ന അയേൺ ഓക്സൈഡ് കല്ലുകൾ പൊടിച്ച് അതിൽ വെണ്ണയും പ്രത്യേക സുഗന്ധമുള്ള സസ്യങ്ങളുടെ നീരും ചേർത്താണ് ഓജസ് എന്ന ഈ ചുവന്ന മിശ്രിതം ഉണ്ടാക്കുന്നത്. സ്ത്രീകൾ ഇത് ദിവസവും തങ്ങളുടെ ശരീരത്തിലും ജട കെട്ടി സങ്കീർണമായ രീതിയിൽ അലങ്കരിച്ചിരിക്കുന്ന തലമുടിയിലും തേച്ചു പിടിപ്പിക്കും. ഇത് കേവലം ഒരു സൗന്ദര്യ സങ്കല്പം മാത്രമല്ല, മരുഭൂമിയിലെ കഠിനമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും സൂര്യതാപത്തിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കുന്ന മികച്ചൊരു സൺസ്ക്രീൻ കൂടിയാണ്. കന്നുകാലി വളർത്തലാണ് ഹിംബകളുടെ പ്രധാന ഉപജീവന മാർഗം. പുരുഷന്മാർ ആടുകളെയും മാടുകളെയും മേയ്ക്കാൻ മാസങ്ങളോളം കാടുകളിലും മരുഭൂമിയിലും അലയുമ്പോൾ സ്ത്രീകളാണ് വീടിന്റെ യഥാർത്ഥ കാവൽക്കാർ. കുട്ടികളെ വളർത്തുന്നതും പാല് കറക്കുന്നതും വീട് നിർമ്മിക്കുന്നതും എല്ലാം സ്ത്രീകളാണ്. ഇവരുടെ വിവാഹാചാരങ്ങളും ഏറെ സങ്കീർണമാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ പെൺകുട്ടികളുടെ വിവാഹം നിശ്ചയിക്കപ്പെടുമെങ്കിലും അവർ പൂർണ്ണ പ്രായം എത്തിയതിനു ശേഷം മാത്രമേ ഭർത്താവിന്റെ വീട്ടിലേക്ക് മാറുകയുള്ളൂ. ബഹുഭാരിത്വവും ഈ ഗോത്രത്തിൽ സാധാരണമാണ്. കൂടാതെ ഇവരുടെ അതിഥി സൽക്കാര രീതികളും ലോകത്തിലെ മറ്റ് സംസ്കാരങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തവും വിചിത്രവുമാണ്. അതിഥികളായി വരുന്നവർക്ക് സ്വന്തം ഭാര്യമാരെ കാഴ്ചവെക്കുന്നതാണ് ഏറ്റവും വലിയ സൽക്കാരം. ആഗോളവൽക്കരണത്തിന്റെ ഈ കാലഘട്ടത്തിലും തങ്ങളുടെ തനിമ നഷ്ടപ്പെടുത്താതെ മരുഭൂമിയുടെ മണ്ണോട് ചേർന്ന് നിൽക്കുന്ന ഹിംബകൾ മനുഷ്യന്റെ അതിജീവന ശേഷിയുടെ ഏറ്റവും വലിയ പ്രതീകമാണ്. വെള്ളത്തിന്റെ അഭാവത്തെ പ്രകൃതിയുടെ മറ്റു വഴികളിലൂടെ മറികടന്ന് മണലാരണ്യത്തിൽ ചുവന്ന സുഗന്ധമായി ജീവിക്കുന്ന ഹിംബ ഗോത്രം മനുഷ്യ ചരിത്രത്തിലെ വറ്റാത്ത ഒരു വിസ്മയമായി ഇന്നും അവശേഷിക്കുന്നു.